ഏപ്രിൽ 16 വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച. മത്തായി 26:14 മുതൽ 25 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലെ യൂദാസ് കറിയോത്ത മുഖ്യ പുരോഹിതന്മാരുമായി ചർച്ച നടത്തുന്നത് കാണാം. താൻ ഒരു കുറ്റം ചെയ്യുകയാണ് എന്ന കാര്യത്തിൽ യൂദാസിന് യാതൊരു മനസാക്ഷിക്കുത്തുമില്ല. പുരോഹിതന്മാരുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ അവൻ അവരുടെ അടുത്തേക്ക് പോകുന്നു. യേശുവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് അവരോട് തുറന്നു പറയുന്നു. എന്നിരുന്നാലും തൻ്റെ ഗുരുവിനെയും സുഹൃത്തിനെയും ഒറ്റിക്കൊടുക്കുന്നതിന് അവന് നല്ല പ്രതിഫലം നൽകാൻ അവർ സമ്മതിക്കണം. എങ്കിൽ മാത്രമേ ഇത് ചെയ്യൂ. മുഖ്യ പുരോഹിതന്മാർ സന്തോഷിക്കുന്നു. എല്ലാറ്റിനും ഉപരി യേശു എന്ന മനുഷ്യനെ ഒരു 30 വെള്ളിക്കാശിന് നൽകിയത് അത് വലിയൊരു കാര്യമാണ്. തുക അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതും. വളരെ കാലമായി ഫരിസേയരുടെ ഒരു മുള്ളായിരുന്നു യേശു. അന്ന് മുതൽ യേശുവിനെ അവർക്ക് ഏൽപ്പിക്കാനുള്ള അവസരം അന്വേഷിച്ച് നടക്കുകയായിരുന്നു യൂദാസ്. നമുക്കെല്ലാം ചില മൂല്യങ്ങളുടെ അളവുകോലുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്നതുമായ മൂല്യങ്ങൾ. യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവൻ്റെ ശിഷ്യത്വമോ യേശുമായിട്ടുള്ള ബന്ധമോ ആയിരുന്നില്ല, പിന്നെയോ പണമായിരുന്നു. യേശുമായുള്ള തൻ്റെ ബന്ധം 30 വെള്ളിക്കാശിന് പകരം നൽകാൻ അവൻ തയ്യാറായി. നമ്മളിൽ പലരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ വഞ്ചന, ഒറ്റിക്കൊടുക്കൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ അവർ എന്തിനോ വേണ്ടി നമ്മെ വിറ്റു. ഇത് വേദനാജനകമായൊരു അനുഭവമാണ്. പക്ഷേ അത് എങ്ങനെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെങ്കിൽ അത് നമ്മെ വിനീതരാക്കും. നമ്മെ വെറുപ്പുള്ളവരും പകയുള്ളവരുമാക്കുന്നതിന് പകരം ആ സമയത്ത് ഈ പ്രവൃത്തി അനുഭവിച്ച യേശുവിനെ നാം നോക്കുന്നു. ക്ഷമിക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്ന ഒരു നിമിഷമാണിത്. തീർച്ചയായും ഞാനല്ല എന്ന് ശിഷ്യന്മാരുടെ പല്ലവി ഉണ്ടായിരുന്നു. യൂദാസ് ഇസ്കറിയോത്തും തൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, തീർച്ചയായും ഞാനല്ല. പക്ഷേ ഒറ്റിക്കൊടുക്കാൻ അവന് പണം അതിനകം ലഭിച്ചിരുന്നു. അതിനർത്ഥം അവൻ പാപത്തിൻ്റെ കൂടെ ഒരു പാപം കൂടി ചെയ്യുകയാണ്. ആളുകൾ അവരുടെ തെറ്റുകൾ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. സത്യം മറച്ചു വയ്ക്കാൻ മറ്റൊരു കള്ളം പറയുന്നു. ഇന്ന് ലോകത്ത് നിരവധി യൂദാസ് കറിയോത്തകളുണ്ട്. ഒരുപക്ഷെ നമ്മളും അവരിൽ ഒരാളായിരിക്കാം. നമ്മൾ ആളുകളെ അല്ല ഒറ്റിക്കൊടുക്കുന്നത്, പിന്നെയോ യേശുവിനെ തന്നെയാണ്. ഓരോ തവണയും നാം സദ്ഗുണത്തേക്കാൾ ദുഷ്ടത തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ബന്ധം സ്ഥാപിക്കാനായി യേശുമായിട്ടുള്ള ബന്ധം വിൽക്കുമ്പോഴോ നാം നമ്മുടെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ വായന നമ്മുടെ മനസ്സാക്ഷിയെ അലട്ടുകയും പരിശുദ്ധ ത്രിത്വവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പുതുക്കുവാൻ തുടങ്ങുകയും ചെയ്യട്ടെ. എല്ലാവർക്കും
നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.